ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. കുറേ നാൾക്ക് ശേഷം വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ്. ഞാൻ മുന്നേ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തതാണ്. മീൻസ് എനിക്ക് പെട്ടെന്ന് എന്തോ മൊത്തത്തിലൊരു നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഞാനുള്ളത്. ആസ് യൂഷ്വൽ വലറ്റിലാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കലാണ്. സമ്മർ അതിൻ്റെ പേരിൽ കണ്ടമാനം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാര് തിരക്ക്. സ്ട്രീറ്റിൽ ഫുള്ള് ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി, ഡ്രസ്സ് എടുത്തു, ചുമ്മാ വീണ്ടും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ഇതിൽ കാണുന്നതൊക്കെ സ്ട്രീറ്റിലുള്ള വീഡിയോ ഇതിൽ കാണാൻ പറ്റും, നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടറിയാം. കംപ്ലീറ്റ് ടൂറിസ്റ്റുകളും വരുന്നതായിട്ട് ഫുൾ തിരക്കാണ്, ഫുൾ ബിസിയാണ്. സ്ട്രീറ്റ് കണ്ടറിയാം, കംപ്ലീറ്റ് തിരക്കാം. ഇതൊക്കെ റെസ്റ്റോറൻറ്റിലേക്ക് ആൾക്കാരെ ഇതാക്കാനുള്ള ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ റോട്ടിലാണ്. ഉള്ളിലൊക്കെ ചെറിയ ഷോപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ്. അതേ ആൾക്കാർക്ക് കൺവിൻസ് ചെയ്യാൻ നിൽക്കുന്നതാണ്. ഫുൾ ബിസിയാണ്. ടൂറിസ്റ്റുകൾ തലങ്ങും വലങ്ങും നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. സ്ഥലമില്ല ഒന്നാമത്. ഈ ചെയറുകളൊക്കെ ഓരോ റെസ്റ്റോറൻറ്റുകളുടെ, ഇത് രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റുകളാണ്. റെസ്റ്റോറൻറ്റുകളും അതിലാൾക്കാരും അതിൽ കൺവിൻസ് ചെയ്യാനുള്ള ആൾക്കാരുകളൊക്കെയാണ്. 4 ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ആരും ഇല്ല, ഞാൻ തന്നെ എടുക്കണം. കമ്പാരിറ്റീവ് കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ട്രീറ്റിലോട്ട് പോകുന്നു. ഇവിടെ ഒരു കടയും കൂടി കയറാനുണ്ട്, അർബൻ മങ്കി എന്ന് പറഞ്ഞിട്ട്. അർബൻ ജംഗിൾ. അവിടെ പോയിട്ട് എന്തെങ്കിലും കൊണ്ടോ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. എല്ലായിടത്തും നിറച്ച ആൾക്കാരാണ്, പല ടൈപ്പിൽ പല രീതിയിൽ. സമ്മറിൻ്റെ ഫുൾ ഓണാണ്. 1.5 മില്യൺ മേലെ ആൾക്കാരാണ്, ടൂറിസ്റ്റുകളാണ് വരുന്നതെന്നാണ് പറഞ്ഞത് ഓൾറെഡി. സമ്മർ സ്റ്റാർട്ട് ചെയ്യല്ലോ, ഇനിയും 1-2 മാസം കൂടിയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഇത്രയും പേരത്തെ ആൾക്കാരായെന്നാണ് ഇവിടുത്തെ കണക്ക്. ടൂറിസ്റ്റുകൾ കൂടിയതിൻ്റെയും പ്രശ്നങ്ങളുണ്ട്, രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഈ നൈറ്റ് ക്ലബ്ബ് ഏരിയയിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ, വൈൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ഞാനവിടെ പോകണില്ല, കാരണം ഓൾറെഡി 2-3 തവണയൊക്കെ പോയതാണ്. എല്ലാവർക്കും എൻ്റെ റൂമിലൂടെ എൻ്റെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ഡെലിക്കാറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അവിടുത്തെ വൈൻ ഫെസ്റ്റിവലാണ് ആ കമ്പനിയുടെ. ഭയങ്കര ഫേമസ് കമ്പനിയാണ്. ഇവിടെ എല്ലാ കൊല്ലം ഈ ടൈമിൽ നടക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയൻ നിന്നൊക്കെ ഫണ്ട് വരുന്നൊരു കമ്പനി, വലിയൊരു കമ്പനിയാണ്, വൈൻ കമ്പനിയാണ്, ഡെലിക്കാറ്റ് എന്ന് പറയും. ഞാൻ പോകണില്ല, കാരണം നമുക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. ഞാനിവിടെ മെയിൻ സ്ട്രീറ്റ് ഉണ്ട്, വാട്ടർ ഫൗണ്ടൈനുള്ളൊരു ചെറിയൊരു, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവിടെ തൊട്ടപ്പുറത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയിട്ട് ചുമ്മാ നടന്നിട്ട് വണ്ടി എടുത്ത് പോകാം എന്നുള്ളതാണ് വന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്. എൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ബാക്ക് സൈഡാണ്. ഈ കിടക്കുന്ന ബീറ്റിൽ ഞാനിവിടെ 5 കൊല്ലം മുന്നേ വരുമ്പോഴും ഇതേ വണ്ടി ഈ സെയിം സ്ഥലത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഉണ്ട്, അന്നെടുത്ത 2-3 ഫോട്ടോസ്. ഇത് സെൻട്രൽ ബാങ്കിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ അപ്പുറത്താണ് സെൻട്രൽ ബാങ്ക്. ഈ കാർ പാർക്കിങ്ങൊക്കെ അങ്ങോട്ടാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പോകണം. ഞാൻ എൻ്റെ ഫ്രണ്ടിലേക്കൊന്നും പോകണില്ല, കാരണം അങ്ങോട്ട് നടക്കാൻ വയ്യ, തിരിച്ച് വീണ്ടും നടക്കണം. സെൻട്രൽ ബാങ്ക്, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബിൽഡിങ് പാർലമെൻറ്റ്. ഇതാണ് നമ്മൾ നേരത്തെ വന്ന് പോയ ഇതിൻ്റെ ഇതിൽ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്.
സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും ഇല്ല, 1-2 മിനിറ്റ് വീഡിയോയ്ക്ക് ഉള്ളൂ. ഞാൻ ചുമ്മാ ഒന്ന് കുറേ നാളായാൽ വീഡിയോ ഇട്ടിട്ടൊന്ന് രണ്ടാമത് തുടങ്ങാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെന്ന് മാത്രം. എൻ്റെ കാണാൻ ബാക്കിലാണ് ഈ പാർലമെൻറ്റിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇനിയും വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.